അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിലേക്കുള്ള അടുത്ത ഓർഡറും കൂടെ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യണം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഒരു 2 ഇയർ ബേബീൻ്റെ ഫ്രോക്കാണ് കേട്ടോ. അതൊരു നല്ല എന്താ പറയുക നല്ലൊരു ഗ്രീന് 20 സൈസിൻ്റെ ഉള്ളിൽ 18 to 19 ആ ഒരു സൈസിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഓൺലി ഹാൻഡ് വർക്കാണ് കേട്ടോ മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത്. ഈ വർക്കുകളൊക്കെ ഹാൻഡ് വർക്കാണ് കേട്ടോ. സ്റ്റാപ്പിലെ വർക്ക്, അതുപോലെ ബോയിലുള്ളത്, പിന്നെ വേസ്റ്റിലുള്ളത്, ബെൽറ്റൊക്കെ നമ്മൾ ഹാൻഡ് വർക്കിൽ ചെയ്തെടുത്തതാണ്. നമ്മൾ ചെയ്യണതല്ല, പുറത്തുനിന്ന് നമ്മൾ ചെയ്യിപ്പിക്കണതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രോക്ക് നല്ല കോസ്റ്റ്ലിയാണ്. ഷൂ സെറ്റാണ്, ഫുൾ സെറ്റാണ് കേട്ടോ. നമ്മൾ ബോയിലും അതുപോലെ ബാക്കിലെ ബോയിലൊക്കെ നമ്മൾ സിമ്പിളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് താഴെ നല്ലൊരു ഫ്രിൽസും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു ഫ്രോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണാൻ. അതുപോലെ ബേബിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു ഇട്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കസ്റ്റമർ നല്ല ഫീഡ്ബാക്കാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നതും. അപ്പോൾ ഇതിൽ നമ്മൾ എല്ലാ കളറും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോൻ്റെ താഴെയും നമ്പർ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ വാട്സാപ്പിൽ. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു 6 ഇയർ ബേബി 26 സൈസിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇത് കറക്റ്റ് നമ്മൾ ആ ഒരു എന്താ പറയുക വെൽവെറ്റ് ഓർഗൻസാന്ന് പറയുമല്ലോ, ആ ഒരു കളറിലാണ് കേട്ടോ. വെൽവെറ്റ് ഓർഗൻസയിലാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കറക്റ്റ് നല്ല ഓർഗൻസാണ്. ഇതൊരു വെറൈറ്റി മോഡലാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഒരുപാട് ടൈപ്പിൽ ഓർഗൻസിൽ ചെയ്യാറുണ്ട്. വലിയ ഫ്രോക്കൊന്നും ആകുമ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാറില്ല എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതിൽ സ്ലീവിന് പകരം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് 2 ബോയാണ് തൂങ്ങിക്കെടുക്കണ ആ രീതിയിൽ. അതുപോലെ ഇത് എൻ്റെ നെക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഹാൻഡ് വർക്കിൻ്റെ ഒരു ലെയ്സാണ് കേട്ടോ. ലെയ്സ് അങ്ങനെ ഒട്ടിച്ച് കൊടുത്തത്, അത് തന്നെ നമ്മൾ ഷോൾഡറിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അംബ്രല കട്ട് ചെയ്തിട്ട് അങ്ങനെ ഫ്രില്ലിട്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മെറ്റീരിയൽ വരുന്നുണ്ട്. താഴെ നമ്മൾ ഫിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നല്ലൊരു ബോ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. 26 സൈസാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായി 3/4 ലെങ്ത്തിൽ. ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഫ്രോക്ക് തന്നെയാണ് 1 ഇയർ ബേബി ഫുൾ സെറ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്കായിട്ട് അയച്ചു കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ, അതുകൊണ്ട് ഇൻക്ലൂഡഡ് ആക്കിയെന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ആ ഒരു മോഡൽ തന്നെയാണ്, പക്ഷേ കളർ മാത്രം കുറച്ച് ഡിഫറെൻ്റ് ആയതുകൊണ്ട് കാണിക്കാമെന്നുള്ളൂ കേട്ടോ. ഫുൾ സെറ്റാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. 17 to 18 ആ ഒരു സൈസ് തന്നെയാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു 16 സൈസാണ് 1 ഇയർ ബേബി കറക്റ്റ് സൈസ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ഫ്രോക്ക് ചെയ്യുമ്പം ഒന്നും കൂടെ ലെങ്ത്ത് കൂട്ടി ചെയ്യുമ്പോൾ നമ്മൾ ബോഡി പാർട്ടൊക്കെ കറക്റ്റ് തന്നെ ചെയ്യുക. ലെങ്ത്ത് മാത്രം 1 ഇഞ്ചോ 1.5 ഇഞ്ചോ കൂട്ടിയെടുത്താൽ നമുക്ക് ആ ഒരു ഡ്രസ്സ് 2 വയസ്സ് 2.5 വയസ്സ് വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സെയിം തന്നെ ഹെഡ് ബാൻഡും ഷൂ ഒക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വേസ്റ്റിലും നെക്കിലൊക്കെ നമ്മൾ ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫ്രോക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ ഒരു ലേസ്, അതുപോലെ തന്നെ ആ ബോഡി പാർട്ട് നമ്മൾ ഫ്രില്ലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ല തിക്കിൽ ഫ്രില്ലും എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ക്യാൻ ലേസ് താഴെ കൊടുക്കാറില്ല കേട്ടോ. എല്ലാവരും ചോദിക്കണതാണ് ക്യാൻ ലേസ് കൊടുക്കാറുണ്ടോയെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ താഴ്ഭാഗം ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ഭംഗിക്ക് തന്നെ ഇതിൻ്റെ ആ ഒരു റഫിൾസ് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗം കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ പല കളേഴ്സിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ പേജിൽ തന്നെ നോക്കിയാൽ കാണാം. അപ്പോൾ ഇഷ്ടമാവുന്നവർക്ക് ഏത് കളറാണോ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മുമ്പ് ഒരുപാട് തവണ ചെയ്ത ഫ്രോക്ക് തന്നെയാണ്. പക്ഷേ ഇത് കളർ ഈ ഒരു കളറിന് ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബോഡി പാർട്ടിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതും അന്ന് കാണാത്തവർ ഒരുപാട് പേരുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ നെക്ക് പോർഷൻ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ വേസ്റ്റ് ഭാഗത്ത് നമ്മളൊരു ഹാൻഡ് വർക്കിൻ്റെ ലേസ് കൊടുത്തിട്ടുണ്ട്. ഹൈ നെക്ക് കൊടുത്തിട്ട് അവിടെ ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് പിടിച്ചെടുക്കും. ഇത് നമ്മളെ മാത്രം ഹൈലൈറ്റായിട്ട് ചെയ്തു വന്നിരുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഹൈ നെക്ക് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു സ്ലീവും കൂടെ പഫ് കൊടുക്കുമ്പോൾ ഒന്ന് ഭംഗിയായി കിട്ടും. അത് 1 ഇയർ ബേബിക്ക് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് 16-17 സൈസിൽ. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു
ഗ്രീൻ ചെയ്ത പോലെ തന്നെ അതേ ബേബിക്ക് തന്നെ കേട്ടോ 2 ഫ്രോക്ക് ഉണ്ടായിരുന്നു. ഓർഗൻസൈസ് ചെയ്ത ആ ഒരു സെയിം അളവ് തന്നെയാണ് 26 സൈസിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോഡി പാർട്ട് നമ്മൾ വർക്ക് മെറ്റീരിയലിന് താഴെ പ്ലെയിൻ നെറ്റും കൊടുത്തിട്ടുണ്ട്. സ്ലീവ് പോർഷൻ നമ്മൾ സ്ലീവ് ഇങ്ങനെ ഫ്രില്ലിട്ട് കൊടുത്ത ആ ഒരു ടൈപ്പാണ് കേട്ടോ. ഇതും അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഫ്രോക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ നെക്ക് ഈ ഒരു ചെറുതായിട്ടൊന്ന് കർവ് കൊടുത്തിട്ടുള്ള ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ സ്ലീവ് പോർഷൻ നമ്മളിങ്ങനെ ഫ്രിൽസ് ഇട്ടിട്ടുള്ള നെറ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ആ ഒരു സ്ലീവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ചെയ്ത ഫ്രോക്കാണ്. ഇതൊക്കെ നമ്മൾ പഴയ കസ്റ്റമറാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ 1 ഇയർ ബേബി ഫുൾ സെറ്റ് നമ്മൾ ബർത്ത്ഡേ സെറ്റായിട്ട് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. ഇതും ഇതിലേക്ക് തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുള്ള ഫ്രോക്കായിരുന്നു. ഇത് ലൈനിങ് മാത്രം നമ്മൾ ലൈറ്റ് ബ്ലൂ കൊടുത്തിട്ട് ബാക്കി ഫുള്ളായിട്ട് ബേബി പിങ്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വിങ്സ്, ഫ്രോക്ക് വിത്ത് ഹെഡ് ബാൻഡ്, ഷൂ അങ്ങനെ സെറ്റായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിങ്സിൽ നമ്മൾ നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈസ് ഒക്കെ ഒരുപാട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഹെഡ് ബാൻഡും കുറച്ചൊരു വെറൈറ്റിയാണ്. അവർ മോഡൽ തന്നിട്ടുള്ള സെയിം തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ സ്ലീവിലേക്കൊരു ബാൻഡ് വേണമെന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് ആ ഒരു ബാൻഡ് പോലെ കിടക്കുന്നത്. താഴെ നമ്മൾ നല്ല റഫിൾസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 17 to 18 ആ ഒരു സൈസാണ്. ഇത് പുറത്തേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നാട്ടിലേക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ട് അവർ പുറത്തേക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെയാണ് കേട്ടോ. ന്യൂസിലൻഡ് അങ്ങനെ എടുക്കുവാണ്. അപ്പം ഇത് പിന്നെ നമ്മൾ സാറ്റിലാണ് ചെയ്തിട്ട് ഇതൊരു 5 ഇയർ ബേബി തന്നെയാണ്. 26 സൈസിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് 3 ലെയർ അംബ്രല്ല കട്ട് കൊടുത്തിട്ടുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ. ഇത് എന്താ പറയുക, ഫസ്റ്റ് ലെയർ സാധാ ലെയർ, പിന്നത്തതൊന്നും ഇങ്ങനെ കർവ് കൊടുത്തിട്ടുള്ള 2 ലെയറും കൂടെ കൊടുത്തിട്ട് താഴെ ഫിഷ് എമ്മൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് സാറ്റിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഒരു കട്ടിങ് തന്നെയാണ്. സ്ലീവ് കൊടുത്തിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ട്, ഹെഡ് ബാൻഡ്, അതുപോലെ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടൊരു ബോയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ല മെറ്റീരിയൽ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു 3 ലെയർ അംബ്രല്ല കട്ട് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല മെറ്റീരിയൽ വരുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് മെറ്റീരിയലും ഈ ഒരു ഡ്രസ്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ മുമ്പൊന്ന് ചെയ്തിട്ടുണ്ട്. അതേ പാറ്റേൺ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് പുതിയത് നമ്മൾ ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ മുമ്പ് ബ്ലാക്കൊക്കെ ചെയ്തത് തന്നെയാണ് കേട്ടോ. അപ്പോൾ വലിയ ഫ്രോക്കായി നമുക്ക് ഫോട്ടോ എടുക്കാൻ കുറച്ച് മടിയൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് നമ്മൾ എടുക്കാതിരുന്നതാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ എല്ലാ കളേഴ്സും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും നമ്പർ കൊടുക്കാം. അതിപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കണം. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും ബൈ.